സ്പീക്കിങ്ങിൽ നമുക്ക് 1 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമും 2 മിനിറ്റ് സ്പീക്കിംഗ് ടൈമുമാണ് കിട്ടുന്നത് അല്ലേ? ഈ 1 മിനിറ്റ് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്പർ 1, അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദ ഫിക്സേഷൻ ഓഫ് ആൻസർ. അതായത് നമുക്ക് ക്യൂ കാർഡ് കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം എന്തുത്തരമാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, യുവർ ഫേവറേറ്റ് മൂവി അല്ലെങ്കിൽ യുവർ ഫേവറേറ്റ് കാർ ജേർണി, അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2-3 ഓപ്ഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ? സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിംപ്ലി കൺവേ ചെയ്യാൻ പറ്റുന്ന ആൻസർ ചൂസ് ചെയ്യുക. നമ്പർ 2, ആൻസർ ദ 4 സബ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ക്യൂ കാർഡിൽ മെയിൻ ക്വസ്റ്റ്യൻ അല്ലാണ്ട് 4 സബ് ക്വസ്റ്റ്യൻസും കാണും അല്ലേ? ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്തിരിക്കണം, ഓർ എൽസ് ഇറ്റ് വിൽ അഫക്റ്റ് യുവർ ബാൻഡ് സ്കോർ. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ആ 4 സബ് ക്വസ്റ്റ്യനൂടെ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ കൂടി നോട്ട് ഡൗൺ ചെയ്യുക. നമ്പർ 3, യൂസ് കീവേഡ്സ്. നമ്മുടെ 1 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഫുൾ സെൻറ്റൻസ് എഴുതാനുള്ള ടൈം നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കീവേഡ്സ് മാത്രം നോട്ട് ഡൗൺ ചെയ്യുക. നമ്പർ 4, യൂസേജ് ഓഫ് വേരിയസ് vocabs ആൻഡ് idioms. നമ്മുടെ ടോപ്പിക്കുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയം നോട്ട് ഡൗൺ ചെയ്യുക, അതുപോലെ തന്നെ vocabsഉം. സോ സംസാരിക്കുന്ന സമയത്ത് മറന്നു പോകാതെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ 1 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ ടിപ്സ് ആരും മറന്നു പോകരുത്. ഇനിയും നിങ്ങൾ സ്പീക്കിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഫോർ മോർ ഹെൽപ്ഫുൾ ടിപ്സ് ഫോളോ ടിജൂസ് അക്കാഡമി. ഉറപ്പാണ് വിജയം.